ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥ കണ്ടപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഈ മുഖം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഉറക്കം എണീറ്റ് വന്നതേ ഉള്ളൂ. എൻ്റെ അടുത്ത് കുറേ ദിവസം മുമ്പേ ഒരാൾ പറഞ്ഞു, ഒന്നല്ല 4 പേര് പറഞ്ഞു, ചേച്ചി ഡെയിലി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ ഇടുമോയെന്ന് ചോദിച്ചു. വെറുതെ മഴയൊക്കെ അല്ലേ, പുറത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല, ഇവിടെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോണതിന് മുന്നേ 1 കപ്പ് വെള്ളം വായ കഴുകിയിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം. അത് കഴിച്ചിട്ടാണ് ടോയ്ലറ്റിൽ പോയിട്ട് വരുന്നത്. ടോയ്ലറ്റിൽ പിന്നെ എല്ലാം കൂടെ എനിക്കൊരു 3/4 മണിക്കൂർ എടുക്കും. ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാം 3/4 മണിക്കൂർ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് എടുത്തു പറയുന്ന കാരണം, നിങ്ങളെ ഈ നോർമൽ മനുഷ്യരുണ്ടല്ലോ, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അവർ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ സമയം എടുക്കും നമ്മൾ ചെയ്ത് വരാൻ, ഓരോന്ന് ചെയ്ത് വരാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞാൻ വന്നു. ഞാൻ ഇപ്പോൾ ഒന്നും കുടിച്ചിട്ടില്ല, 1 കപ്പ് വെള്ളം കുടിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത് തൊട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ആവട്ടെ. പത്രം വായിക്കുന്ന ഒരാളിവിടെ ഉണ്ട്, കാക്കച്ചി. ഹായ്, ഗുഡ് മോർണിംഗ്. കാക്കച്ചിയുടെ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഇനി കാണിക്കണം കേട്ടോ. കാക്കച്ചിയുടെ ഇന്നത്തെ ഒരു ദിവസം പത്രം എടുത്തു വെച്ചിട്ട് മൊബൈലിൽ കുത്തുന്ന കാക്കച്ചി. അതെ, രാവിലെ കഴിഞ്ഞു. ഇനി കാക്കച്ചിയുടെ ഒരു ദിവസവും നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ 2 ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചെറുപയർ, ചെറുപഴം, പുട്ട്. എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? പാല് വന്നില്ല ഇതുവരെ. ചായയോടൊപ്പമാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇനി ഷുഗർ ആയതുകൊണ്ട് ഷുഗറൊന്ന് വന്നു പോയി. പഞ്ചസാര ഞാൻ ആകെ ഉപയോഗിക്കുന്നത് പുട്ടിനോടൊപ്പമാണ്. എനിക്ക് പുട്ടിനോടൊപ്പം അതെന്ന് വെച്ചാൽ പഞ്ചസാര വേണം. അപ്പോൾ ഇവിടെ അതെല്ലാം മാറ്റി വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ. എന്നാലും ഞാൻ കഴിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ കാക്കച്ചിയുടെ ഇത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ്: പുട്ട്, പഴം, പയർ, ഇത്രയൊക്കെ തന്നെ. ചായ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ചായ വേണമെന്നൊന്നും നിർബന്ധം. എനിക്കൊരു ചായയോടൊപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിഷ്ടം. പിന്നെ മുട്ടയൊക്കെ എനിക്ക് വേണം. എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണെങ്കിൽ നല്ലപോലെ ഗുളിക കഴിക്കുന്ന, അങ്ങനെ ഗുളികയൊന്നും കഴിച്ചിട്ടില്ല. തൈറോയിഡിൻ്റെ ഗുളിക മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളായിരുന്നേ. ഇപ്പോൾ എനിക്ക് ഷുഗറും പ്രഷറും കൂടെ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം. ഗുളിക കഴിച്ചപ്പോൾ എനിക്ക് നല്ല പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഗുളിക എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിച്ച് എൻ്റെ ആ വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് എൻ്റെ ആ ഷുഗറിനെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമായും ആഗ്രഹിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് രാജാവിനെ പോലെ ക്യാമറ വെട്ടിക്കുന്ന ക്യാമറാമാൻ. അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങുകയാണ്. പിന്നെ ഇതുപോലും ഇല്ലാത്ത ആൾക്കാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ കഴിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നത് പിന്നെയാണ്. ചായ കിട്ടി, നമ്മൾ കവർ പാല് വാങ്ങിയിരുന്നു. എന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. നമ്മുടെ പാൽക്കാരൻ നമ്മളെ ചതിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ്റെ പാൽ നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അടുത്തതായി ഞാൻ കഴിക്കുന്നത് മരുന്നാണ്, ഹോമിയോ മരുന്നാണ്. ഞാൻ കഴിക്കുന്നതെല്ലാം കാണിക്കണമെന്ന് പറയല്ലേ. എൻ്റെ ഹോമിയോ ഞാൻ 5 വർഷമായി കഴിക്കുന്ന ഹോമിയോ കഴിക്കില്ലെങ്കിൽ എനിക്ക് പനി വരും. അപ്പോൾ എനിക്ക് തല കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ മരുന്നൊഴിച്ച് കുടിക്കുന്നത്, ഗുളിക കഴിക്കുന്നത് ഒക്കെ. എൻ്റെ ഗുളികകളൊക്കെയാണ്. എൻ്റെ കാക്കച്ചി നല്ല കാക്കച്ചിയാണ്, എടുത്ത് തരികയാണ്. നല്ലൊരു കാക്കച്ചിയാണ്. ഈ കാക്കച്ചി എന്ന് വെച്ചാൽ നമ്മളെ ഒരു നല്ല മനുഷ്യനാണ്. ഉണ്ടാക്കുന്ന തവിടും കൊടുത്ത് വളർത്തിയാൽ മതി. നല്ലൊരു കാക്കച്ചിയാണ്. ഇച്ചിരി നല്ല കാക്കച്ചി എനിക്ക് തന്ന ഗുളികയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അലോപ്പതി ഗുളികകൾ എടുക്കുകയാണ് ഞാൻ. അലോപ്പതി ഗുളികകൾ എല്ലാവരും പറയും, എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നേ, പോളിയോ ഒക്കെ വന്നതുകൊണ്ട് ഗുളികയൊക്കെ ഉണ്ടോ എന്ന്. ഞാൻ ഒരു ഗുളികയും കഴിച്ചിട്ടില്ല. ഇപ്പോൾ 1 മാസമായിട്ടാണ് ഞാനിപ്പോൾ ഗുളിക കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് ഷുഗർ ഗുളിക ഹാഫാണ്. ഷുഗറിൻ്റെ ഗുളികയൊക്കെ കുറച്ചധികം കഴിക്കണം. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആ ഗുളികയും എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നതെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. രാവിലെ നമ്മൾ പണികളൊക്കെ ഇതൊക്കെ തന്നെ. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞ് വെളിയിലത്തെ അടുപ്പിൽ അരി അടുപ്പിയിട്ട്, അരി വെളിയിലാണ് വയ്ക്കുന്ന, അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ കിടക്കുന്നു. നമ്മൾ സ്ഥിരം ഇത് തന്നെ.
ഇനി നമുക്കൊരു വെറൈറ്റി ചോറ്റുപാത്രം ഉണ്ടാക്കാം. പിന്നെ ഇന്നൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ കാണിക്കാം കേട്ടോ. അവിയലിനും വിഴുക്ക് വരട്ടാനും ഒക്കെ അരിയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പോകാം കേട്ടോ. അത് പ്രത്യേകിച്ചൊരു ഇതായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. നമ്മൾ കാണിക്കുന്നതല്ലേ. അവിയലിന് അരിയുന്നു, പച്ചക്കായാണ്. പിന്നെ വിഴുക്ക് വരട്ടാൻ കഴുത്തങ്കയുണ്ട്, പിന്നെ കത്തിരിക്കയുണ്ട്, പിന്നെ മീനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത്. വലിയ സ്പെഷ്യലൊന്നുമില്ല, ഇതൊക്കെ തന്നെ. നമ്മുടെ ബില്ലി വിളിക്കുന്നുണ്ട്. ബില്ലിനകത്ത് കയറ്റിയിട്ടുള്ള ഒരു കളിയും ഇല്ല. ബില്ലി കാക്കച്ചിയുടെ ജോലിയിൽ കാക്കച്ചി വ്യാപൃതനാണ്. പാക്ക് ചെയ്യുകയാണ്, നന്നായിട്ട് പാക്ക് ചെയ്യും. നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് പോകുന്നുണ്ട്. ഇതിപ്പോൾ തിരുവല്ലയിലേക്കുള്ളൊരു പാക്കറ്റാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഷോപ്പ് നിർത്തിയത് കൊണ്ട് ഉള്ളൊരു പ്രശ്നമുണ്ട്. ഷോപ്പ് നമുക്ക് നിർത്തിയിട്ട് 1.5 വർഷമായി. ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതായിരുന്നു. നമ്മൾ ഷോപ്പ് നിർത്തി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2020 മുതലൊരു സ്ട്രഗ്ലിംഗ് പോയിന്റിലാണെന്ന്. അപ്പോൾ സിസ്റ്റമൊക്കെ ഓണാക്കി അതിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. രാവിലെ ഒരു പണി, കാക്കച്ചിയുടെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഓർഡർ ഇങ്ങനെ ഓൺലൈൻ വരും, നമ്മൾ എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് DTDC കൊറിയറും പിന്നെ നമ്മളെ പോസ്റ്റ് ഓഫീസും വഴിയാണ് നമ്മൾ അയക്കുന്നത്. ചില ആൾക്കാർക്കൊന്നും വന്ന് മേടിക്കാൻ പറ്റില്ല. അവർക്ക് നമ്മൾ പോയി മേടിക്കാൻ പറ്റില്ല. വീട്ടിലിങ്ങനെ ഇരിക്കുന്നതല്ലേ, എന്നെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയക്കുന്നത്. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നൈമിത്ര തുടങ്ങി നമ്മൾ ഇട്ട് നമുക്കിപ്പോൾ പറയാമല്ലോ, നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതി ഇടുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്, എല്ലാത്തരം അച്ചാറുകളും നൈമിത്രയിലുണ്ട്. നോൺ വെജിൻ്റെ മീനുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്. മീനിൻ്റെ തന്നെ 2 വെറൈറ്റി ഉണ്ട്, ബീഫിൻ്റെ 2 വെറൈറ്റി ഉണ്ട്, ചിക്കനുണ്ട്, പിന്നെ നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചമ്മന്തി പൊടികളുടെ വെറൈറ്റികളുണ്ട്. അങ്ങനെ നമുക്ക് വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ അളവുകൾ, നെല്ലിക്കയൊക്കെ ഉണ്ട്, നമ്മൾ ചെറിയ അളവുകളിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ. എല്ലാം ദൈവം അല്ലെങ്കിൽ എന്തോ ഒരു ഇത് നമുക്ക് എവിടെയോ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും നടക്കത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വ്യത്യസ്തമായ ചോറ് പൊതിയായിരുന്നു. അപ്പോൾ ആ ചോറ് പൊതിയാനായിട്ട് ചോറിടുകയാണ്. ഇല വാട്ടി ചോറിങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ കഴുത്തങ്ക വെച്ചിട്ട് വിഴുക്ക് വരട്ടി അല്ലെങ്കിൽ തോരൻ പോലെ ഉണ്ടാക്കി അതെടുത്ത് വെച്ച് കൊടുത്തു. പിന്നെ അവിയലെടുത്ത് വെച്ച് കൊടുത്തു. ഇങ്ങനെ ഒരു ആഗ്രഹം. മുട്ട പൊരിച്ച് വെച്ചു. പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചു. ചമ്മന്തി, മീൻകറി, നമ്മുടെ ചൂര മീൻകറിയാണ്. ലിൻഷാദിൻ്റെ നിന്ന് വാങ്ങിയ മീനുണ്ടായിരുന്നു, ചൂര. അപ്പോൾ അതാണ് മിക്ക ദിവസം ചൂരയാണ് ലിൻഷാദ് കൊണ്ടുവരുന്നത്. പിന്നെ ചമ്മന്തി, നല്ല ചുവന്ന ചമ്മന്തി. പിന്നെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തത് നമ്മുടെ നാരങ്ങ പൊതിയാണ് കേട്ടോ. നമ്മുടെ ഉണക്ക പൊതി, വാഴയിലയിൽ നാരങ്ങ പൊതി. പണ്ട് നമ്മളിങ്ങനെ കഴിച്ചിട്ടില്ലേ, അങ്ങനെ ഒരു ഓർമ്മ വരാനായിട്ട് ഒരു നാരങ്ങ പൊതി വെച്ചു. ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയാണ്. നമ്മളൊരു ദിവസം കാണിക്കണമല്ലോ, അങ്ങനെയാണ് ഇത് നമ്മൾ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മടക്കി ഇതിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് 3 പേർക്കുള്ള പൊതി നമ്മൾ കെട്ടി വെച്ചു കേട്ടോ. 3 പേർക്കുള്ള പൊതിയാണ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ച് കഴിക്കാം എന്നപ്പോൾ കാക്കച്ചി എൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞാനിങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ കാക്കച്ചി പോസ്റ്റ് അയക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും കാക്കച്ചി രാവിലെ തുടങ്ങുന്ന നൈമിത്രയുടെ ഓരോ വർക്കുകളാണ് കേട്ടോ. നമ്മളിങ്ങനെ വർക്കുകളിൽ തന്നെ ആയിരിക്കും ഉള്ളത്. കാക്കച്ചി പോയിട്ടൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കഴിക്കും. ചേച്ചി എല്ലാവരും ചേർന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു നൈമിത്രയുടെ ഒരു ലോഗോയാണിത്. അപ്പോൾ ഞാനിങ്ങനെ അതിനൊക്കെ വോയിസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ചോറെടുത്തിങ്ങനെ വെക്കുകയാണ് കേട്ടോ. ചോറെടുത്തിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ പൊതിച്ചോറിനൊരു പ്രത്യേക മണവും രുചിയും ഗുണവും ഒക്കെ ആണെന്ന് അറിയാമല്ലോ. ഇലയിൽ പൊതിഞ്ഞ് വയ്ക്കുന്നതിന് മിക്കവർക്കും അതൊരു മിസ്സിങ് ആണ് പൊതിച്ചോറെന്ന് പറയുന്നത്. പക്ഷേ പൊതിച്ചോറിൽ എനിക്ക് തോന്നുന്നു മീൻകറി വെക്കുന്നതിനെക്കാട്ടിലും ചമ്മന്തിയും അച്ചാറും അങ്ങനെയുള്ളതൊക്കെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണേ. നാരങ്ങ പൊതിയാണ് എടുത്ത് മാറ്റിയത് കേട്ടോ. നാരങ്ങ പൊതി ഒരു സൂപ്പർ മണമായിരുന്നു, നമ്മുടെ പഴയ നാരങ്ങ പൊതിയുടെ മണം.
അപ്പോൾ അത് എടുത്തിങ്ങനെ മാറ്റി വെച്ചു. പിന്നെ മീൻകറിയും ചമ്മന്തിയും അവിയലും ഒക്കെ ഒരുമിച്ചിട്ട് ഇളക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ. ആ രുചി എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരേണ്ടതല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കഴിച്ചതാണെങ്കിലും ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ്. വോയിസ് ഓവർ ചെയ്തപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വരുന്നു അത് കണ്ടപ്പോൾ കേട്ടോ. സത്യമായിട്ടും എനിക്കിപ്പോൾ അത് കണ്ടപ്പോൾ കൊതി വരുന്നു. ഞാൻ കഴിച്ചതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുകയാണ്, ഇങ്ങനെ വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഉച്ചയ്ക്കത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിങ്ങനെ കഴിക്കും. കാരണം ഇന്ന് അധികം ജോലിയില്ലാത്ത ദിവസമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ജോലിയുണ്ട്, അച്ചാറൊക്കെ ഉണ്ടാക്കണം, ജോലിയുണ്ട്, കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മളുടേതായ തിരക്കുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നത് എന്ന്. ഇടത് കൈ കൊണ്ട് തിന്നുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടത് കൈയാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് വലത് കൈ കൊണ്ട് മാറ്റിയിടുന്നതാണ് കേട്ടോ. നമുക്കുള്ള എന്താണ് കാര്യങ്ങൾ നമ്മൾ കാണിക്കണമെന്നുള്ളതാണ് ആൾക്കാരെ. അതിപ്പോൾ നമ്മളെ ആ അർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നും അല്ലെങ്കിൽ എന്തൊക്കെ പൂർണ്ണതയുണ്ട് എന്നും ബോധ്യമുള്ളത് എനിക്കാണ് മറ്റാരെക്കാട്ടിലും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്, കുറച്ച് വയ്യായികയും മാനസികമായ സംഘർഷമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കി. ഈ വിഭവത്തിൻ്റെ വീഡിയോ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോടൊപ്പം ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, സന്ധ്യയായി. ഇന്ന് രാവിലെ മുതലുള്ളത് ഞാൻ എടുത്ത് തുടങ്ങിയല്ലോ. നമ്മളിങ്ങനെ എടുത്തു, എല്ലാമൊക്കെ കാണിച്ചു വന്നു. ഇപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരത്തെ ഫുഡ് രാത്രിയിൽ നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ തടിയും ചിരക്ക ജ്യൂസ് ഒക്കെയാണ് കുടിക്കുന്നതെന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇവിടെ വയ്ക്കോ ആ. അപ്പോൾ അമ്മച്ചി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. ഞാൻ മാത്രമാണ് ചായ കുടിക്കുന്നത്. നോക്കൂ, ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അധികം ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസം ഇങ്ങനെയാണ്. ജോലിയുള്ള ദിവസം നമ്മൾ കുറച്ചും കൂടെയൊക്കെ തിരക്കിലാണ്, ഓട്ടത്തിലാണ്. അതെ, ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും പിടിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഇങ്ങനെയാണ് നമ്മളൊരു ദിവസം അവസാനിച്ചത്. ഇനി പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും ഓൺലൈനിലുള്ള ജോലികൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്കുള്ളത്. അപ്പോൾ കാക്കച്ചി ചായ കുടിക്കുന്നില്ല, ഞാനും അമ്മയും മാത്രം ചായ കുടിക്കുന്നു. അപ്പോൾ കാക്കച്ചി ഞാനും അടങ്ങുന്ന നമ്മുടെ നൈമിത്രയുടെ ഈ ലോകത്തുനിന്ന് ഇന്നേക്ക് ടാറ്റ പറയുന്നു. നാളെ വേറൊരു വീഡിയോയുമായിട്ട് വരാം. ടാറ്റാ.